ഇന്ന് ഞാൻ ആക്സെൻസിലെ മഡോണ എന്ന പെർഫ്യൂം പരിചയപ്പെടുത്താം. ഇത് ഒരു ചെറിയ സാമ്പിൾ ഞാൻ എൻ്റെ കയ്യിൽ കൊണ്ടുനടക്കുന്ന കേട്ടോ. ഞാനൊരു വീഡിയോയിൽ മുമ്പ് കാണിച്ചിട്ടുണ്ട് മഡോണ എന്താണ് എന്നൊക്കെ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തു പോയതാണ്. അതായത് മറിയം പെർഫ്യൂം ഓയിൽ ഉണ്ട്, അല്ല പെർഫ്യൂം ഓയിൽ, മറിയം ക്രീം, ആ ഒരു സാധനം ഉണ്ടല്ലോ, അതായത് ലുലു ഗാലറി മറിയം, അതിൻ്റെ ഒരു ഇൻസ്പയർഡ് വേർഷനാണത് ഈ ഒരു സാധനം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമ്മുടെ പേര് മഡോണ എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് മഡോണ എന്ന് പേര് കൊടുത്തതെന്ന് വെച്ചാൽ, അവിടെ മറിയം എന്ന് വന്നപ്പോൾ മറിയം എന്നുള്ള നെയിം വേറെ ഏതോ ലാംഗ്വേജിൽ മഡോണ എന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് ആ പേര് കൊടുത്തു. വേറെ പ്രത്യേകിച്ച് ലോജിക്ക് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ മറിയം ക്രീമിൽ നിന്ന് കിട്ടുന്നതും മറിയം ഓയിലിൽ നിന്ന് കിട്ടുന്നതും തമ്മിൽ ഫ്രാഗ്രൻസിൽ വ്യത്യാസങ്ങളുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്രീം ആവുമ്പോൾ അതിലുള്ള ആ ഒരു മിൽക്കി നേച്ചർ അതിൽ എക്സ്ട്രാ വരുന്നുണ്ട്. അത് മറിയം ഓയിലിൽ ഇല്ല. ഇതാ മറിയം ഓയിൽ കൊണ്ട് തന്നെ നിർമ്മിച്ച പെർഫ്യൂം ഒന്നും അല്ല കേട്ടോ. മറിയം ഓയിൽ കൊണ്ട് തന്നെ, അവരുടെ ലുലു ഗാലറിന്റെ ഓയിൽ കൊണ്ട് നിർമ്മിച്ച പെർഫ്യൂം നമ്മുടെ സിഗ്നേച്ചർ സെൻസിൽ ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഇപ്പോഴും അവിടെ ഉണ്ട്. അതല്ല, ഇത് വേറെ ഒരു കമ്പനി ആ ഒരു ഫ്രാഗ്രൻസിനെ ഇൻസ്പയർ ചെയ്തിട്ട് അവർ മേക്ക് ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ ഫ്രാഗ്രൻസ് എന്താ വെച്ചാല്, ഇത് മറിയം ക്രീം ഒരിത്തിരി ഡ്രൈ ഡൗണിലേക്ക് വരുമ്പോഴുള്ള ഒരു ഫ്രാഗ്രൻസ് ഉണ്ടല്ലോ, ആ ഒരു നേച്ചറാണ് ഇതിലുള്ളത്. അതായത് മറിയം ഓയിലിനെ നമ്മൾ പെർഫ്യൂം ആക്കുമ്പോൾ മിസ്സാവുന്ന ഒരു ക്രീമി നേച്ചർ ഉണ്ടല്ലോ, അത് ഈ സാധനത്തിൽ കിട്ടുന്നുണ്ട്. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം. അതായത് ഒരു അരോമാറ്റിക് ക്രീമി ടച്ച് ഇതിലുണ്ട്. അപ്പൊ ഇതിന്റെ നോട്ട്സ് പറയുകയാണെങ്കിൽ, ഇതിന്റെ ഓപ്പണിങ്ങിലെ ഒരു ചെറിയൊരു ഫ്രഷ്നെസ്സും ചെറിയൊരു സ്വീറ്റ്നെസ്സും, അങ്ങനെയാണ് ഈ സാധനം ഉള്ളത്. ആ ഒരു സ്വീറ്റ്നെസിന്റെ കൂടെ പിന്നെ ഒരു ക്രീമി നേച്ചർ വരികയാണ്. ഒരു വൈറ്റ് ഫ്ലോറൽ ക്രീമി ആയിട്ടാണ് ഇത് വരുന്നത്. ആ വൈറ്റ് ഫ്ലോറൽ ക്രീമി പിന്നെ കുറച്ചൊരു ആംബർ മസ്കി ഒരു നേച്ചറിലോട്ട് പോവാണ്. അങ്ങനെയാണ് ഇതുള്ളത്. ഇനി ഒറിജിനൽ മറിയത്തിൽ ഉള്ള നോട്ട്സ്, മീൻസ് മറിയം ക്രീമിലുള്ള നോട്ട്സ് വ്യത്യാസം എന്താ വെച്ചാൽ, ഇത് പെർഫ്യൂം ആയതുകൊണ്ട് ഇതിലൊരു ഓപ്പണിങ്ങിൽ ചെറിയൊരു ഫ്രഷ്നെസ് ഉണ്ട്. അത് അവിടെ ഇല്ല. അതിന്റെ സ്റ്റാർട്ടിങ് മുതലേ ക്രീമി നേച്ചറാണ്. ക്രീമി മസ്കി സ്വീറ്റ്നെസ്സും ആംബർ നോട്ട്സും അത് ഇതിലും അതിലും സെയിം ആണ്. വ്യത്യാസം അവിടെ ഓപ്പണിങ്ങിലുള്ള ആ ഒരു മിൽക്കി ടൈപ്പ് ഓഫ് ഫീല് ഇതിൽ ഫ്രഷ് ആയിട്ടാണ് വന്നത്. അത് പെർഫ്യൂം ആയതുകൊണ്ട് സംഭവിച്ച ഒരു കാര്യമാണ്. ഇനി മറിയം പെർഫ്യൂം ഓയിൽ, ലുലു ഗാലറിന്റെ തന്നെ മറിയം പെർഫ്യൂം ഓയിലിനെ വെച്ചിട്ട് ഒരു സ്പ്രേ ആക്കിയാൽ, അത് ഞാൻ പറഞ്ഞു നമ്മുടെ സിഗ്നേച്ചറിൽ ആ സാധനം ഉണ്ട് എന്നുള്ളത്. അതിന്റെ ഫ്രാഗ്രൻസും ഇതിന്റെ ഫ്രാഗ്രൻസും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താ വെച്ചാൽ, ഇത് മറിയം ക്രീമായിട്ട് ഒന്നും കൂടി സിമിലർ ആണ്. മറ്റേത് മറിയം ഓയിലിൽ ഒരു ഫ്രാഗ്രൻസിൽ വ്യത്യാസമുണ്ട്. മറിയം ഓയിൽ കുറച്ചും കൂടി സ്വീറ്റ്നെസ് കൂടുതലുള്ള ഒരു ഓയിലാണ്. അതിൽ എവിടെയും ആ ഒരു ക്രീമി ഫീല് വരുന്നില്ല, പക്ഷെ അത് ഇതിൽ കിട്ടുന്നുണ്ട്. അതാണ് വ്യത്യാസം. പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഭയങ്കര പെർഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ് ഒന്നുമല്ല. അത് അതിന്റെ നേച്ചർ അങ്ങനെ ആയതുകൊണ്ടാണ്. ഒരു 2 hours ലെവലിൽ ഇതിന്റെ ഒരു പ്രൊജക്ഷൻ ഉണ്ട്. അത് 2 hours വരെ, അപ് ടു 2 hours എന്നേ പറയാൻ പറ്റുള്ളൂ. അവിടുന്ന് ലോഞ്ചിവിറ്റി ഒരു 6 hours ലെവലിൽ കിട്ടുന്നുണ്ട്. ഡ്രസ്സിൽ അപ്ലൈ ചെയ്താൽ 6 hours ലെവലിലൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റുമാണ്. അത്യാവശ്യം നല്ലൊരു വൈബ് കിട്ടുന്ന പ്രൊഡക്റ്റുമാണ്. കാരണം ഇതിന്റെ വേറൊരെണ്ണം കൂടി ബോട്ടിൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മോൾക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. സ്കൂളിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഷർട്ടിന്റെ ബാക്കിലൊക്കെ അപ്ലൈ ചെയ്യും. അതേപോലെ എൻ്റെ വൈഫും പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് പിന്നെ ഇത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഫ്രാഗ്രൻസ് എനിക്ക് അവരുടെ രണ്ടാളെ അടുത്ത് കിട്ടുന്നത് കൊണ്ട് പിന്നെ നമുക്ക് ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണത്. അപ്പൊ അതുകൊണ്ട് ഞാനും ഒരെണ്ണം എൻ്റെ കയ്യിൽ വെക്കാറുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് വലിയ പ്രൈസും ഒന്നുമില്ല. ഇത് നമ്മുടെ എഡ്സെൻസിൽ അവൈലബിൾ ആണ്. വാങ്ങിക്കാനുള്ള ഡീറ്റെയിൽസും പ്രൈസ് ഡീറ്റെയിൽസും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം.